അങ്ങനെ നമ്മൾ കഥ വെച്ചത് മഹമൂദുൽ ഗഫന്തി എന്ന് പറയുന്ന മഹാനുഭാവൻ അതാ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ കുളിക്കാൻ വേണ്ടി തോർത്തുമുണ്ടക്കെടുത്ത് ഔറത്ത് മറയുന്ന രൂപത്തിലൊരു തോർത്തുമുണ്ടക്കെടുത്തുകൊണ്ട് അതാ എണ്ണയൊക്കെ ശരീരത്തിലൊക്കെ ആകെ എണ്ണ പുരട്ടി അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സ്വന്തം കൊട്ടാരമാണല്ലോ അള്ളാഹുവിൽ ഇബാദത്തെടുക്കുന്ന മഹാനാണ് അദ്ദേഹം. കൊട്ടാരത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന സമയത്താണ് കൊട്ടാരത്തിൻ്റെ ഭടൻ, കാവൽ ഭടൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, മഹമൂദുൽ ഗഫന്തി, നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഒരു പുലി വന്നിട്ടുണ്ട്. പുലി എന്ന് കേട്ടപ്പോൾ ആ പുലിയെ മെരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് മഹമൂദുൽ ഗഫന്തി, എന്താണ് എൻ്റെ അടുക്കലേക്ക് ഓടി വന്നിരിക്കുന്നത്? ഈ നിങ്ങളെയൊന്നും കാവൽക്കാരാക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു പുലിയെപ്പോലും പേടിച്ചുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് ഓടി വന്നിരിക്കുകയാണോ? മഹാനായ മഹമൂദുൽ ഗഫന്തി എന്ത് ചെയ്തെന്നറിയുമോ? തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നൊരൊറ്റ ചാട്ടമായിരുന്നു. മാളിക മുകളിൽ നിന്നുമിറങ്ങി മല്ലിടാനുള്ള ധൈര്യവും പൊങ്ങി ഇത്രയും പറഞ്ഞന്ന് പുറത്ത് വന്നേ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ അണഞ്ഞിടുന്നേ. അങ്ങനെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നും ഒരൊറ്റ ചാട്ടമായിരുന്നു മഹാനായ മഹമൂദുൽ ഗഫന്തി റഹ്മത്തുള്ളാഹി അലൈഹി. ചാടിയെന്ന് മാത്രമല്ല, തൻ്റെ ഒരു കുതിരപ്പുറത്ത് കയറി ആ പുലിയെ നേരിടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പുലിയെ നേരിടാൻ ഒക്കുന്നില്ല. പുലി മഹമൂദുൽ ഗഫന്തിയെ കണ്ടപ്പോൾ ഒരൊറ്റ ഓട്ടമായിരുന്നു കാടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. അങ്ങനെ മഹാനായിരിക്കുന്ന മഹമൂദുൽ ഗഫന്തിയും അതാ തൻ്റെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ആ പുലിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുകയാണ്. കവി വിവരിക്കുന്നു അടുത്ത രംഗം. ഓടും മാതി പാതി പുലിക്കു പിന്നിൽ ഓട്ടം ശരം പോലെ ഫർസ് തന്നിൽ ഒട്ടും തളർന്നില്ല പുലിനെമീർ മുന്നിൽ ഓടി പിടിക്കുവാൻ പതിയും പിന്നിൽ നാടും നഗരവും ഉടൻ പിന്നിട്ടേ കാടും മേടും അവർ മുന്നിട്ടേ കാട്ടിൽ കയറിയ പുലിയും പിന്നെ കാണാൻ കഴിഞ്ഞില്ല നിരാശ വന്നേ. ഏതൊരു വഴിക്കാണോ ആ പുലി ഓടിയതെങ്കിൽ അതിൻ്റെ പുറകിൽ കുതിരപ്പുറത്ത് മഹമൂദുൽ ഗഫന്തിയും ഓടുകയാണ്. തൻ്റെ കുതിരയെ ഓടിച്ചുകൊണ്ട് അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ പരിധി മറികടക്കുകയാണ് എന്ന് മാത്രമല്ല, തൻ്റെ കീഴിലുള്ള 7 രാജാക്കന്മാരിൽപ്പെട്ട ഒരുവൻ അദ്ദേഹത്തിൻ്റെ രാജ്യപരിധിയുടെ അതിർത്തിയായ വലിയ വൃക്ഷങ്ങളെ കൊണ്ട് ഇടതൂർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിലേക്കാണ് പുലി കയറിപ്പോയത്. അപ്പോൾ മഹാനായ മഹമൂദുൽ ഗഫന്തിക്ക് ആശ്വാസമായി. കാരണം പുലിയെ ഇവിടെ വെച്ച് പിടിക്കാമെന്ന് മലയിൽ പുലിയെ പരതിയപ്പോൾ മഹാനായ മഹമൂദുൽ ഗഫന്തിക്ക് പുലിയെ കാണാനായില്ല. അദ്ദേഹം നിരാശനായി എന്ന് മാത്രമല്ല, നിരാശനായി ഒരു മരത്തിൻ്റെ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുകയാണ്. ഇരുന്നപ്പോൾ അറിയാതെ ക്ഷീണം കൊണ്ടൊന്ന് കിടക്കണമെന്ന് തോന്നി. കിടന്നപ്പോൾ അദ്ദേഹം ക്ഷീണത്താൽ ഉറങ്ങിപ്പോവുകയാണ്. വൃക്ഷത്തിൻ്റെ തണലിൽ മഹാനായ മഹമൂദുൽ ഗഫന്തി കിടന്നുറങ്ങട്ടെ. അദ്ദേഹം കിടക്കുന്ന രാജ്യത്തിൻ്റെ രാജാവിൻ്റെ കൊട്ടാരം തലേ ദിവസം കള്ളന്മാർ കൊള്ളയടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ആ രാജാവ് തൻ്റെ പൊന്നുമോള വിവാഹത്തിന് വേണ്ടി കുറേ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി വച്ചിരുന്നു. പട്ടാളത്തെ വിളിച്ചുകൊണ്ട് രാജൻ ഉടനെ ഉത്തരവിടുകയാണ് കൊള്ളസംഘത്തെ പിടികൂടാൻ. ഉടനെ കൊള്ളസംഘത്തെ പിടികൂടാൻ ഉത്തരവിട്ടു എന്ന് മാത്രമല്ല, പല വഴിക്കുമായി അതാ അവർ നാടും കുണ്ടുകളും അതുപോലെ തന്നെ മലമുകളുമൊക്കെ അടിച്ച് പൊറുക്കി. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. കള്ളനെ കണ്ടെത്താനും കഴിഞ്ഞില്ല. അവസാനം ഇന്നത്തെ കാലത്ത് പല കള്ളന്മാർ പല സൈസിലാണ്. VIP കള്ളന്മാരൊക്കെ സാധാരണ ഉണ്ടാകല് കാട്ടിലാണ്. വീരപ്പന് കാട്ടിലായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ വനത്തിലൂടെ റെയ്ഡ് നടത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ പട്ടാളം നിഗമനത്തിലെത്തുകയും അങ്ങനെ കുതിരപ്പുറത്ത് കയറി ഭൽ ഭൽ
ജൽ 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 കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ആ രാജാവിൻ്റെ പട്ടാളക്കാരത കള്ളനെ പിടികൂടാൻ വേണ്ടി അങ്ങനെ പോകുന്ന സമയത്താണ്, കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്താണ് കാട്ടിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ അതാ കിടക്കുന്നത് കണ്ടു. ഒപ്പമുണ്ടായിരുന്ന പട്ടാളക്കാരൻ തിരികെ പിറകോട്ട് ഓടി വന്നുകൊണ്ട് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന പട്ടാളക്കാരോട് പറഞ്ഞു, ഇതാ കാട്ടിൽ ഒരുപാട് സ്വർണ്ണ നാണയം കിടക്കുന്നുണ്ട്, കള്ളൻ ഇത് വഴിക്ക് തന്നെയാണ് പോയത് എന്ന് സഹപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു. എന്ന് മാത്രമല്ല, കണ്ടേ ബടനന്ന് വിളിച്ചിടുന്നേ, തൻ്റെ സഹചരിൽ വിരുത്തിയിടുന്നേ, കണ്ടേ സ്വർണവും തെളിവായിന്നേ, നമ്മിൽ ലഭിച്ചല്ലോ സുറൂറാലിന്നേ. അങ്ങനെ കള്ളനെ തടയാൻ പോയ ആള് സ്വർണം കണ്ടെത്തിയെന്ന് മാത്രമല്ല, അങ്ങനെ അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഇത് തന്നെയാണ് നമ്മുടെ കൊട്ടാരത്തിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുവന്ന സ്വർണ്ണ നാണയങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൊള്ള സംഘത്തിൻ്റെ നേതാവ് ഈ പർവ്വതത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അതാ അവർ ആ കാട് മുഴുവൻ അരിച്ചു പൊറുക്കുകയാണ്. എന്ന് മാത്രമല്ല, അങ്ങനെയും അല്പം കൂടി മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഒരു വൃക്ഷത്താണലതിൽ ഒരുത്തനുണ്ടേ, ഒരു മുണ്ട് എടുത്തിട്ട് ഉറങ്ങുന്നുണ്ടേ, ഓയില്ലേതാ ശരീരത്തിൽ പുരട്ടിടുന്നേ, ഒരുമിക്കും മീതാ കള്ളൻ ഇവിടം ഉണ്ടേ, പകലതിൽ ഇവൻ വന്ന് ഉറങ്ങിടും കാട്ടിൽ, പതിവ് പോൽ നിരാശയിൽ നിശയതിൽ ഉറങ്ങിടും, പദം പിടിക്കനം കഴിയുന്ന മാട്ടിൽ ഒരു പള്ളി എടുത്തും ഒരു വള്ളി എടുത്തു കൊണ്ടവരും വന്നേ, ഓതുക്കുന്നു അൻഫദിയെ വരിഞ്ഞു പിന്നെ, പകലതിൽ ഇവൻ വന്ന് ഉറങ്ങിടും കാട്ടിൽ, പതിവ് പോൽ നിശയതിൽ ഇറങ്ങിടും നാട്ടിൽ, പതകനെ പിടിക്കണം കഴിയുന്ന മാട്ടിൽ. അതെ, സ്വൽപ്പം മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഒരു വൃക്ഷത്തണലിലതാ തോർത്തുമുണ്ടെടുത്തുകൊണ്ട് ഒരുവൻ കിടന്നുറങ്ങുന്നു. ഉടനെ തന്നെ ആ പട്ടാളക്കാരെന്ത് ചെയ്തെന്നറിയുമോ? മെല്ലെ പതിയെ വന്നുകൊണ്ട് കാട്ടിൽ നിന്നും നല്ലൊരു വള്ളിയെടുക്കുകയാണ്. ആ വെള്ളിയെടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരനെ, കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരൻ്റെ കൈയും കാലുമൊക്കെ കൂട്ടിക്കെട്ടി വരിഞ്ഞു മുറുക്കി അതാ പെട്ടെന്ന് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അതാ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കവർച്ച നടത്തിയ ആളല്ല, എന്തുകൊണ്ടാണ് ഇടക്കള്ള എന്ന് പറഞ്ഞുകൊണ്ടവർ ഇങ്ങനെ ആക്രോശിക്കുകയാണ്. പകൽ സമയങ്ങളിലൊക്കെ ഈ കാട്ടിലുറങ്ങിയിട്ട് വൈകുന്നേരം കക്കാൻ ഇറങ്ങുകയാണല്ലേ നിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ആ കൊള്ളസംഘത്തിൻ്റെ തലവനാണല്ലേ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടവർ ആക്രോശിക്കുന്നുണ്ടെങ്കിലും ആ സമയം ആ മഹാനായ വ്യക്തിത്വം പറഞ്ഞു, ഞാൻ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ തിരയുന്ന കൊള്ളസംഘത്തിൻ്റെ നേതാവല്ല, ഞാൻ ഈ 7 രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ മേലാധികാരിയായിരിക്കുന്ന മഹ്മൂദുൽ ഗഫന്തിയാണ് ഞാൻ. ഉടനെ തന്നെ വീണ്ടും കൊടുക്കാൻ തുടങ്ങിയ അടി പട്ടാളക്കാർ. കാരണം എന്താ, മഹ്മൂദുൽ ഗഫന്തി പറഞ്ഞാൽ ആ ലോകത്തിലെ, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ നല്ല മനുഷ്യനാണ് മഹ്മൂദുൽ ഗഫന്തി. അപ്പം ഞാനിപ്പോൾ എന്നെ പിടിച്ചാൽ, ഞാൻ കള്ളനായിട്ട് എന്നെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണം ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പിന്നീന്നെ തല്ലൂലേ. ഇന്ന പോലെ കൊടുക്കാൻ തുടങ്ങി. ഇത് പ്രധാനമന്ത്രിയോ എന്നും പറഞ്ഞിട്ട് ഇന്നെ പൊതിരെ തല്ലാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ മഹ്മൂദുൽ ഗഫന്തിയെ പൊരിഞ്ഞ തല്ലൽ. അങ്ങനെ മാത്രമല്ല, ഇവൻ തന്നെയാണ് കൊള്ളസംഘത്തിൻ്റെ തലവനെന്ന് പറഞ്ഞുകൊണ്ട് അതാ രാജാക്കന്മാരുടെ മേൽ രാജാവായ മഹ്മൂദുൽ ഗഫന്തിയാണ്, ഞാനൊന്ന് പറഞ്ഞിട്ടൊന്നും അവരൊന്നും കേൾക്കുന്നില്ല. അത് കേട്ടപ്പോൾ കൂടുതൽ ആക്രമിക്കാനാണ് അവർ തുനിഞ്ഞത്. അങ്ങനെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതാ ജയിലിലടക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് രാജാവിൻ്റെ സന്നിധിയിലേക്ക്. രാജാവിനോട് വിവരം പറഞ്ഞുകൊണ്ട് രാജാവ് പറഞ്ഞു, പ്രഭു,
നമ്മുടെ കൊട്ടാരം കൊള്ളയടിച്ച കള്ളനെ ഞങ്ങൾ ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് അവിടുത്തെ പട്ടാളക്കാർ പറയുകയാണ്. എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അത് ഞങ്ങൾ ശിക്ഷ കൊടുക്കാമെന്ന്. ആ സമയത്ത് രാജാവ് പറഞ്ഞു, കട്ടവൻ്റെ കൈമുറിക്കണമെന്നല്ലേ ഇസ്ലാമിൻ്റെ നിയമം, ഇസ്ലാമിൻ്റെ വിധി അതല്ലേ, അതുകൊണ്ട് അത് നടപ്പിൽ വരുത്തു എന്ന് പട്ടാളക്കാരോട് പറഞ്ഞപ്പോൾ അതാ കട്ടവൻ്റെ കൈമുറിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, മഹാനായ മഹ്മൂദുൽ വഫന്ദിയുടെ കയ്യതാ പട്ടാളക്കാർ മുറിച്ചു. ഇസ്ലാമിക നിയമം അനുസരിച്ചു കൊണ്ട് അങ്ങനെ കൈമുറിച്ച മഹ്മൂദുൽ വഫന്ദിയെ ജയിലിലടക്കാൻ വേണ്ടി രാജാവ് ഉത്തരവിടുകയും അങ്ങനെ മഹ്മൂദുൽ വഫന്ദി ഇപ്പോൾ ജയിലിൽ കഴിഞ്ഞിരിക്കുകയാണ്. കൈ മുറിക്കപ്പെട്ട, കൈ ഛേദിക്കപ്പെട്ട മഹാനായ മഹ്മൂദുൽ വഫന്ദി ദിക്റുകളും ഖുർആൻ പാരായണവും തഹ്ലീലുമായി കൊണ്ട് അതാ പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നല്ല ശൈലിയിൽ മഹാനായ മഹ്മൂദുൽ വഫന്ദിക്ക് തൻ്റെ കൈ മുറിക്കപ്പെട്ടതൊന്നും ഒരു പ്രശ്നമാക്കാതെ അവിടുന്ന് മഹാനായ മഹ്മൂദുൽ വഫന്ദി പറയുകയാണ്, പടച്ച റബ്ബേ, നിൻ്റെ ഒരു ഖുർആനിൻ്റെ ആയത്തിനെ ഞാൻ തെറ്റായി വിചാരിച്ചതിൻ്റെ പേരിലാണല്ലോ ഞാൻ ഈ ജയിലിലടക്കപ്പെട്ടത് റബ്ബേ. അത് കാരണമായി എൻ്റെ കൈ നീ മുറിച്ച് കളഞ്ഞില്ല അല്ലാ എന്ന് പറഞ്ഞ് മഹാനായ മഹ്മൂദുൽ വഫന്ദി ജയിലിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ജയിലിലാണ് ഇപ്പോൾ കൈമുറിക്കപ്പെട്ടവനായ നിലയിൽ. ആ രാജ്യത്തിൻ്റെ 7 രാജ്യങ്ങളുടെയും അധിപനായ 7 രാജ്യങ്ങളുടെയും താക്കോൽ നൽകിയ, എല്ലാവർക്കും വിഹിതിച്ചു കൊടുത്ത മേലാധികാരിയായ രാജാവായ മഹ്മൂദുൽ വഫന്ദി ഇപ്പോൾ തൻ്റെ മറ്റൊരു രാജാവായ, അതായത് താൻ വിഹിതിച്ച് നൽകിയ ആ മന്ത്രിയുടെ പരിധിയിലുള്ള കൊട്ടാരത്തിൻ്റെ ജയിലിലാണ് ഇപ്പോൾ മഹാനായ മഹ്മൂദുൽ വഫന്ദി അകപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല്, അലിവിൻ്റെ നീരിനായി തേടുമീ വഫന്ദിയുമേ, അളവറ്റ കാരുണ്യം നൽകിടേണേ നീ ഓശാരം, അർഹമുറാഹിമേ കാട്ടിത്താ നിൻ്റെ ഔദാര്യം. അങ്ങനെ മഹ്മൂദുൽ വഫന്ദി കൈമുറിക്കപ്പെട്ടവരായ നിലയിൽ ജയിലിൽ കഴിയട്ടെ. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അദ്ദേഹം ഏൽപ്പിച്ചതായ 7 രാജാക്കന്മാരിൽ ഒരു മന്ത്രിയായിരിക്കുന്ന ആ രാജകൊട്ടാരത്തിലേക്ക്, ആ മന്ത്രിയുടെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. രാജാവ് തൻ്റെ പ്രിയപ്പെട്ട മോൾക്ക് ഒരു വരനെ അന്വേഷിച്ചു പോയെങ്കിലും നിരാശയിൽ കഴിഞ്ഞുകൂടുന്ന രാജാവ് പക്ഷേ തൻ്റെ മോൾ ഒരു ഭയഭക്തിയുള്ള പെണ്ണാണ്. ആ പെണ്ണിന് നല്ലൊരു ഭയഭക്തരെ കൊണ്ടേ ഞാൻ കല്യാണം കഴിപ്പിക്കൂ എന്നുള്ള നിലയിൽ ആ രാജാവ് നല്ല ദീനുടയവളായിക്കൊണ്ട് ആ പെൺകുട്ടിയെ വളർത്തുകയാണ്. എന്ന് മാത്രമല്ല, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു മല്ലാക്കയെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിലേക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് ആ പെൺകുട്ടിയെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? തന്നെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് മഹ്മൂദുൽ വഫന്ദി എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹമാണ് പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടത്. അദ്ദേഹമാണെങ്കിൽ ആഫിളാണ്, നല്ല ഭയഭക്തിയുള്ള മനുഷ്യനാണ്. ഈ ചിന്തയാണ് ആ രാജാവിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തൻ്റെ പെൺകുട്ടിക്ക് മഹ്മൂദുൽ വഫന്ദിയെ പോലെ തന്നെ ഖുർആൻ ഹിഫ്ളാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അതാ ഒരു മൊല്ലാക്കയെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി അതാ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് മാത്രമല്ല, മൊല്ലാക്ക ഇങ്ങനെ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അതാ സാധാരണ ട്യൂഷൻ എടുക്കുന്ന മൊല്ലാക്ക കുട്ടിയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ